വെള്ളാപ്പള്ളി നടേശന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മവിഭൂഷൺ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ നിയമപോരാട്ടം ശക്തമാകുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ ഉന്നതമായ ഒരു പുരസ്കാരം നൽകുന്നത് പുരസ്കാരത്തിന്റെ അന്തസ്സിനെ കെടുത്തുന്നതാണെന്നും നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മ പ്രബോധന സംരക്ഷണ സമിതിയാണ് ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പുരസ്കാരത്തിനായി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ നിലവിലുള്ള കേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. അതിനാൽ തന്നെ പുരസ്കാരം നൽകാനുള്ള തുടർ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ ഏറെ വിവാദം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്തുണ്ടെന്ന വസ്തുത ഹർജിക്കാർ അക്കമിട്ട് നിരത്തുന്നുണ്ട്. മാരാരിക്കുളം പോലീസ് രജിസ്റ്റർ ചെയ്ത ആത്മഹത്യാ പ്രേരണ കേസ്, ഏറെ കോളിളക്കം സൃഷ്ടിച്ച മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകൾ, SN ട്രസ്റ്റ് കോളേജുകളിലെ അധ്യാപക നിയമനങ്ങളുമായും മറ്റും ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്രയധികം നിയമ നടപടികൾ നേരിടുമ്പോൾ അദ്ദേഹത്തിന് രാജ്യം ആദരവ് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് ഹർജിയിൽ പറയുന്നു. പത്മ പുരസ്കാരങ്ങൾക്കായി വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് ആരാഞ്ഞിരിക്കുകയാണ്. കൂടാതെ സംസ്ഥാന സർക്കാരിനും വെള്ളാപ്പള്ളി നടേശനും കോടതി നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തപ്പോൾ വ്യക്തിയുടെ സ്വഭാവശുദ്ധിയും ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പത്മ പുരസ്കാരങ്ങൾ നിശ്ചയിക്കുന്ന സമിതിക്ക് മുമ്പാകെ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള കേസുകളുടെ വിവരങ്ങൾ എത്തിയിരുന്നോ എന്നതും കോടതി പരിശോധിച്ചേക്കാം. ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പ്രാഥമിക വാദങ്ങൾ കേട്ട കോടതി കേസ് വിശദമായ വാദത്തിനായി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായത്. SNDP യോഗത്തിന്റെ അമരത്തിരുന്ന് ഈഴവ സമുദായത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് കേന്ദ്രം ഈ ആദരവ് നൽകിയതെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ, അഴിമതി ആരോപണങ്ങളും കേസുകളും നേരിടുന്ന ഒരാൾക്ക് BJP സർക്കാരുമായുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ നൽകിയ ഉപകാര സ്മരണയാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രത്യേകിച്ച് മൈക്രോ ഫിനാൻസ് കേസിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം നിലനിൽക്കെ ഇത്തരമൊരു പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇരകളാക്കപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾക്കിടയിലും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ശ്രീനാരായണ ധർമ്മ പ്രബോധന സംരക്ഷണ സമിതിയുടെ ഹർജിയിൽ പരാമർശിക്കുന്ന കേസുകളിൽ പലതും നിലവിൽ വിചാരണ ഘട്ടത്തിലോ അന്വേഷണ ഘട്ടത്തിലോ ആണ്. SN കോളേജ് നിയമനങ്ങളിലെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് മുൻപ് വിജിലൻസ് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ ആത്മഹത്യാ പ്രേരണ കേസിലും അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഒരു വ്യക്തിക്ക് നൽകുന്ന പുരസ്കാരം റദ്ദാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലും നിയമവിദഗ്ധർക്കിടയിൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. മുൻപ് പല കേസുകളിലും പത്മ പുരസ്കാരങ്ങൾ വിവാദത്തിലായപ്പോൾ കോടതികൾ ഇടപെട്ട ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി സ്വീകരിക്കുന്ന നിലപാട് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും നിർണായകമാകും. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് വിശദീകരണമാകും നൽകുക എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പുരസ്കാരം നിശ്ചയിച്ചതെന്ന് കേന്ദ്രത്തിന് വാദിക്കാം. എന്നാൽ സംസ്ഥാന പോലീസ് റെക്കോർഡുകളിലും കോടതികളിലുമുള്ള കേസുകൾ എങ്ങനെ മറച്ചുവെക്കപ്പെട്ടു എന്നത് വലിയ ചോദ്യമാണ്. ഈ നിയമപോരാട്ടം വെള്ളാപ്പള്ളി നടേശന്റെ പൊതുജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആദരിക്കപ്പെട്ട നിമിഷത്തിൽ ഇത്തരം ഒരു നിയമക്കുരുക്കുകളിൽ പെടുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെയും ബാധിച്ചേക്കാം. SNDP യോഗത്തിനുള്ളിലും ഇതിനെതിരെയും അനുകൂലമായും വിവിധ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പത്മ പുരസ്കാരങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കോടതി ഇടപെടണമെന്നാണ് പരാതിക്കാരുടെ ഉറച്ച നിലപാട്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനാണ് അവരുടെ പക്ഷം. വെള്ളാപ്പള്ളി നടേശൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും വക്കീൽ മുഖാന്തരം കോടതിയിൽ എന്ത് മറുപടിയാകും നൽകുക എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ സാമുദായിക നേതാവിനെതിരെയുള്ള ഈ ഹർജി നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയമായും വലിയ അലയൊഴികൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. കോടതിയുടെ അടുത്ത സിറ്റിംഗ് വരെ ഈ ആകാംക്ഷ തുടരുകയും ചെയ്യും.